നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കൊലപാതക കേസിലെ പ്രതി 40 വർഷത്തിന് ശേഷം പിടിയിൽ. പൂയപ്പള്ളി വെളിയം സ്വദേശി മോഹനൻ പിള്ളയാണ് അറസ്റ്റിലായത്. സഹോദരി ഭർത്താവിനെ കൊലപ്പെടുത്തിയ കേസിലാണ് അറസ്റ്റ്. പാരിപ്പള്ളി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കുന്നതിന് 100 ദിന കർമ്മ പരിപാടിക്ക് രൂപം നൽകി. മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പാക്കുന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. കുഞ്ഞുകൈകളിൽ കോഴിക്കുഞ്ഞു പദ്ധതിക്ക് കൊല്ലത്ത് തുടക്കം. സംസ്ഥാന പൗൾട്രി കോർപ്പറേഷനാണ് പദ്ധതി നടപ്പാക്കുന്നത്. കുട്ടികളിൽ ശാസ്ത്രീയശീലവും സമ്പാദ്യശീലവും വളർത്തുക ലക്ഷ്യം. വിശദമായ വാർത്തകളിലേക്ക്. സഹോദരി ഭർത്താവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ പ്രതി 40 വർഷത്തിന് ശേഷം പിടിയിൽ. കൊല്ലം പൂയപ്പള്ളി വെളിയം പടിഞ്ഞാറ്റിൻകരയിൽ മോഹനൻ പിള്ളയാണ് പിടിയിലായത്. മദ്യലഹരിയിൽ കേസ് എനിക്ക് വെറും പുത്തരിയാണെന്ന് പറഞ്ഞതാണ് കേസിൽ വഴിത്തിരിവായത്. സഹോദരി ഭർത്താവിനെ കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ പ്രതി 40 വർഷങ്ങൾക്ക് ശേഷം പോലീസ് പിടിയിൽ. വെളിയം പടിഞ്ഞാറ്റിൻകര കോടിയാട്ട് വീട്ടിൽ മോഹനൻ പിള്ളയാണ് പൂയപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. 1987 ജനുവരി 11-നാണ് മോഹനൻ പിള്ള വെളിയം പടിഞ്ഞാറ്റിൻകര ചന്ദ്രശേഖര പിള്ളയെ കൊലപ്പെടുത്തിയത്. വീട്ടിൽ മദ്യപിച്ച് ബഹളം വെച്ച ചന്ദ്രശേഖര പിള്ളയെ വെട്ടുകത്തികൊണ്ട് കഴുത്തിൽ വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. കൊലയ്ക്ക് ശേഷം മോഹനൻ പിള്ള നാടുവിട്ടു. ആദ്യം വേളാങ്കണ്ണിയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി പിന്നീട് കോട്ടയം കല്ലറയിൽ തോട്ടം പണിക്കായി എത്തി. അന്ന് 25 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന പ്രതി അവിടെ മറ്റൊരു പേരിൽ വിവാഹം കഴിച്ച് കുടുംബമായി താമസിച്ചു വരികയായിരുന്നു. അടുത്തിടെ അസുഖം ബാധിച്ച കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായി. അവിടെ വെച്ച് വെളിയം സ്വദേശിയെ അവിചാരിതമായി കണ്ടുമുട്ടിയതോടെയാണ് കഥയിലെ ട്വിസ്റ്റ്. മോഹനൻ പിള്ളയെ കണ്ട കാര്യം അയാൾ ബന്ധുക്കളെ അറിയിച്ചു. ബന്ധുക്കൾ ഇക്കാര്യം പോലീസിനോടും പറഞ്ഞു. ഇതോടെ വീണ്ടും അന്വേഷണം ഊർജിതമായി. കോട്ടയം ഭാഗങ്ങളിൽ അന്വേഷണം വ്യാപിപ്പിച്ചു. വീടിനടുത്തുള്ള കള്ളുഷാപ്പിൽ ജോലി ചെയ്തിരുന്ന പ്രതി മദ്യലഹരിയിൽ വഴക്കുണ്ടാക്കുകയും കേസ് തനിക്ക് പുത്തരിയല്ല എന്ന് പറഞ്ഞതായും പോലീസിന് വിവരം ലഭിച്ചു. രാജൻ എന്ന പേരിൽ താമസിച്ചു വന്ന മോഹനൻ പിള്ള ഒടുവിൽ പിടിയിലായി. കുറ്റം സമ്മതിച്ചു. അറസ്റ്റ് ചെയ്ത പ്രതിയെ സഹോദരിയും മറ്റു ബന്ധുക്കളും നാട്ടുകാരും തിരിച്ചറിഞ്ഞു. കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവി ഷാജി സുഗുണന്റെയും കൊട്ടാരക്കര ഡിവൈഎസ്പി ബിനുകുമാറിന്റെയും നിർദ്ദേശാനുസരണം പൂയപ്പള്ളി SHO പി ഷാജിമോൻ, ASI-മാരായ M രജനീഷ്, ബാലാജി S കുറുപ്പ്, CPM-മാരായ റിജു, ബിപിൻ, സജീവ് എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പിടികൂടിയത്. 40 വർഷം മുമ്പ് സഹോദരി ഭർത്താവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയിരുന്ന പ്രതിയായ മോഹനൻ പിള്ള 65 വയസ്സ് അയാളെ പൂയപ്പള്ളി പോലീസ് കോട്ടയത്ത് കല്ലറ എന്ന സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 11/1987 വൈകുന്നേരം 6 മണിയോടെ ചന്ദ്രശേഖര പിള്ള എന്ന ആളിനെയാണ് മോഹനൻ പിള്ള വെട്ടിക്കൊലപ്പെടുത്തിയത്. സംഭവശേഷം ഇവിടെ നിന്ന് വേളാങ്കണ്ണിയിൽ പോവുകയും അവിടെ നിന്ന് പിന്നീട് കോട്ടയത്ത് കല്ലറ എന്ന് പറയുന്ന സ്ഥലത്തെത്തുകയും അവിടെ തോട്ടം പണിക്ക് നിന്ന ശേഷം അവിടെ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു 2 കുട്ടികളുമായിട്ട് താമസിച്ചു വരികയായിരുന്നു. ഈ കേസിലെ പ്രതിയെപ്പറ്റി പോലീസ് പലതരത്തിലുള്ള വിവരങ്ങൾ ശേഖരിച്ച് അന്വേഷിച്ച് വരുമ്പോഴാണ് ഒരു സൂചന ലഭിക്കുന്നത്. തുടർന്ന് സ്ഥലത്തെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തു. പ്രതിയെ ബന്ധുക്കളെല്ലാം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ തെരുവുനായ ശല്യം രൂക്ഷം. കുരിയോട്ടുമലയിൽ തെരുവുനായ്ക്കളെ പാർപ്പിക്കുന്നതിനായി ഷെൽട്ടർ ഹൌസ് നിർമ്മിക്കുമെന്ന അധികൃതരുടെ വാഗ്ദാനം ഇനിയും പാലിക്കപ്പെട്ടിട്ടില്ല. വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലാണ് തെരുവുനായ ശല്യം രൂക്ഷമാകുന്നത്. പ്രധാന റോഡുകൾ, കവലകൾ, സ്കൂൾ പരിസരങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം നായ്ക്കൾ കൂട്ടത്തോടെ തമ്പടിക്കുന്നത് ജനങ്ങളെ ഭീതിയിലാഴ്ത്തുകയാണ്. പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ റോഡിലിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ വളർത്തുമൃഗങ്ങളെയും കാൽനടയാത്രക്കാരെയും നായ്ക്കൾ ആക്രമിക്കുന്ന സംഭവങ്ങൾ നിരവധിയാണ്. സ്കൂളിലേക്കും അംഗനവാടികളിലേക്കും പോകുന്ന വിദ്യാർത്ഥികളാണ് നായ്ക്കളുടെ പ്രധാന ഇരകൾ. സൈക്കിൾ യാത്രികരുടെയും ഇരുചക്ര വാഹന യാത്രക്കാരുടെയും പിന്നാലെ നായ്ക്കൾ കൂട്ടത്തോടെ ഓടുന്നത് അപകടങ്ങൾക്കും പതിവായിരിക്കുകയാണ്.
പിറവന്തൂർ പഞ്ചായത്തിൽ കുരിയോട്ടുമലയിൽ തെരുവ് നായ്ക്കളെ പാർപ്പിക്കുന്നതിനായി ഷെൽട്ടർ ഹൌസ് നിർമ്മിച്ച് പ്രവർത്തനം ആരംഭിക്കുമെന്ന പഞ്ചായത്ത് അധികൃതരുടെ ഉറപ്പും ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. അടിയന്തരമായി തെരുവ് നായ്ക്കളെ വന്ധ്യംകരിക്കാനും വാക്സിനേഷൻ നൽകാനും അധികൃതർ തയ്യാറാകണമെന്ന ആവശ്യം ശക്തമാണ്. ജനങ്ങളുടെ ജീവന് ഭീഷണിയായ ഈ വിഷയത്തിൽ പഞ്ചായത്ത് ഭരണസമിതി അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് സമിതി കൺവീനർ ചേകം രഞ്ജിത്ത് പറഞ്ഞു. പ്രദേശത്തെ അശാസ്ത്രീയമായ മാലിന്യ നിക്ഷേപമാണ് നായ്ക്കൾ തമ്പടിക്കാൻ പ്രധാന കാരണമെന്നും ആക്ഷേപമുണ്ട്. പലയിടങ്ങളിലും കവറുകളിലാക്കി തള്ളുന്ന മാംസാവശിഷ്ടങ്ങളും ഭക്ഷണാവശിഷ്ടങ്ങളും തിന്നാനാണ് നായ്ക്കൾ കൂട്ടത്തോടെ എത്തുന്നത്. രാത്രികാലങ്ങളിൽ കാൽനടയായി പോകുന്നവർക്ക് നേരെ നായ്ക്കൾ അക്രമകാരികളായി തിരിയുകയാണ്. പഞ്ചായത്ത് അധികൃതരും മൃഗസംരക്ഷണ വകുപ്പും അടിയന്തരമായി ഇടപെട്ട് അക്രമകാരികളായ നായ്ക്കളെ പിടികൂടി വിഷയത്തിൽ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ശക്തമായ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കുഞ്ഞു കൈകളിൽ കോഴിക്കുഞ്ഞ് പദ്ധതിക്ക് കൊല്ലത്ത് തുടക്കമായി. അഞ്ചാലുമൂട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി ബിന്ദു കൃഷ്ണ വിതരണോദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന പൗൾട്രി കോർപ്പറേഷനാണ് പദ്ധതി നടപ്പാക്കുന്നത്. കുട്ടികളിൽ കോഴി വളർത്തലിനുള്ള താല്പര്യം വർദ്ധിപ്പിക്കുക, സ്വാശ്രയശീലവും സമ്പാദ്യശീലവും വർദ്ധിപ്പിക്കുക, കുട്ടികൾക്ക് ആവശ്യമായ പോഷകാഹാരം ലഭ്യമാക്കുക, ആരോഗ്യമുള്ള സമൂഹത്തെ വളർത്തിയെടുക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന പൗൾട്രി വികസന കോർപ്പറേഷൻ കുഞ്ഞു കൈകളിൽ കോഴിക്കുഞ്ഞ് പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി അഞ്ചാലുമൂട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കോഴിക്കുഞ്ഞ് വിതരണ ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിച്ചു. ഇന്നേ ദിവസം ഈ പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ ഈ സ്കൂളില് 1503 വിദ്യാർത്ഥികൾക്കാണ് കോഴിക്കുഞ്ഞുങ്ങളെ ഞങ്ങൾ നൽകുന്നത്. ഒരു വിദ്യാർത്ഥിക്ക് 5 കോഴിയും 1 കിലോ തീറ്റയും മരുന്നുമാണ് തികച്ചും സൗജന്യമായി തരുന്നത്. കോഴിക്കുഞ്ഞിനെ വാങ്ങിക്കാനോ തീറ്റ കൊടുക്കാനോ ഒന്നും പൈസ നിങ്ങളിൽ നിന്ന് അച്ഛനമ്മമാരെ കൊണ്ട് ചെലവഴിക്കാതെ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് ഒരു വിദ്യാർത്ഥിക്ക് 850 രൂപയുടെ ആനുകൂല്യം നൽകുന്നു. ഈ പദ്ധതി പ്രകാരം 12,75,550 രൂപയുടെ സാധനങ്ങളാണ് നമ്മുടെ അഞ്ചാലുമൂട് സ്കൂളിൽ മാത്രമായി സംസ്ഥാന സർക്കാർ കെപ്കോയുടെ നേതൃത്വത്തിൽ ചെലവഴിക്കുന്നത്. പരമാവധി കൊല്ലം നിയോജക മണ്ഡലത്തിൽ എല്ലായിടത്തും ഇത് നമ്മൾ എത്തിക്കും. കൊല്ലം നിയോജകമണ്ഡലത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലും ഇത് എത്തിക്കുക എന്നതാണ് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് തൃക്കരുവ സ്കൂളിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ ആ പഞ്ചായത്തിലെ ആവശ്യപ്പെട്ട മുഴുവൻ ആളുകൾക്കും ഈ കോഴിക്കുഞ്ഞുങ്ങളെയും തീറ്റയും മരുന്നും നമ്മൾ കൊടുക്കുകയുണ്ടായി. ഈ കോഴിയിറച്ചിക്ക് കോഴി, അതുപോലെ തന്നെ മുട്ടയ്ക്കും കോഴി. ഈ നിലയിൽ ഈ കോഴിക്കുഞ്ഞുങ്ങൾ ശാസ്ത്രീയമായി വളർത്തുന്നതാണ്. പെട്ടെന്ന് തന്നെ മുട്ടയിടും. മക്കളെല്ലാവരും മുട്ട കഴിക്കണം. മക്കൾ കഴിക്കുന്നതോടൊപ്പം അമ്മമാര് മക്കൾക്ക് മാത്രം കൊടുക്കരുത്, അമ്മമാരും കൂടി കഴിക്കണം. കൊല്ലം കോർപ്പറേഷൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS ഗോപകുമാർ, വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജിത് കുമാർ, കൌൺസിലർമാരായ റീജ സുഗുണൻ, ധന്യ രാജു, കെപ്കോ MD ഡോക്ടർ നൌഷാദ് അലി, PTA പ്രസിഡന്റ് ബിജു ആർ നായർ, പ്രിൻസിപ്പൽ ഷൈജു TS, പ്രഥമാധ്യാപകൻ കൃഷ്ണകുമാർ, PTA വൈസ് പ്രസിഡന്റ് ഷംനാർ, SMC ചെയർമാൻ ബിനു പ്രകാശ്, മദർ PTA പ്രസിഡന്റ് ഷെമി, സ്റ്റാഫ് സെക്രട്ടറി ജിജായസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പാരിപ്പള്ളി സർക്കാർ മെഡിക്കൽ കോളേജിന്റെ ദയനീയാവസ്ഥയിൽ ഒടുവിൽ സർക്കാരിന്റെ നിർണായക ഇടപെടൽ. ആശുപത്രി നേരിടുന്ന ഗുരുതര പ്രതിസന്ധികളും ശോച്യാവസ്ഥയും വലിയ ചർച്ചാ വിഷയമായിരിക്കെയാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ഉന്നതതല യോഗം പ്രശ്നപരിഹാരത്തിനായി 100 ദിന കർമ്മ പരിപാടിക്ക് രൂപം നൽകിയത്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിനെ സംരക്ഷിക്കുകയും ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യുന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. കൊല്ലം ജില്ലയിലെയും തിരുവനന്തപുരം അതിർത്തി പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ പ്രധാന ആശ്രയ കേന്ദ്രമായ പാരിപ്പള്ളി സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രി നേരിടുന്ന ഗുരുതര പ്രതിസന്ധികളും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയും ചികിത്സാ സംവിധാനങ്ങളുടെ വീഴ്ചകളും കഴിഞ്ഞ കുറച്ചുകാലമായി തുടർച്ചയായി വാർത്തകളിൽ ഇടം നേടിയിരുന്നു. ഹൃദ്രോഗ ചികിത്സാ വിഭാഗത്തിലെ ഏക കാർഡിയോളജിസ്റ്റിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയതോടെ കാർഡിയോളജി വിഭാഗത്തിന്റെ പ്രവർത്തനം സ്തംഭിച്ചു. ഗുരുതരാവസ്ഥയിലെത്തുന്ന രോഗികളെ പോലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യേണ്ട സാഹചര്യം വ്യാപക വിമർശനങ്ങൾക്ക് ഇടയാക്കി. ഓപ്പറേഷൻ തിയേറ്ററുകളിലെയും ICUവിലെയും AC തകരാറുകൾ ഉൾപ്പെടെയുള്ള സാങ്കേതിക പ്രശ്നങ്ങളും ചികിത്സയെ പ്രതികൂലമായി ബാധിച്ചതായി പരാതികൾ ഉയർന്നു. ഈ സാഹചര്യത്തിലാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ മെഡിക്കൽ കോളേജ് സന്ദർശിച്ച ജനപ്രതിനിധികളിൽ നിന്നും ആശുപത്രി അധികൃതരിൽ നിന്നും പ്രശ്നങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞത്. യോഗത്തിന് ശേഷം മെഡിക്കൽ കോളേജിന്റെ ദയനീയാവസ്ഥ നേരിട്ട് ബോധ്യപ്പെട്ടതായി മന്ത്രി പറഞ്ഞു. പ്രശ്നങ്ങൾ സമഗ്രമായി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായും അദ്ദേഹം അറിയിച്ചു. ഞങ്ങളുടെ അന്ന് മുഖ്യമായിട്ട് ജോലി ആ കുട്ടികൾക്കുള്ള ഹോസ്റ്റൽ സൗകര്യം ഉണ്ടാക്കി കൊടുക്കണേ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇതിൻ്റെ അകത്ത് പ്രവേശിക്കുമ്പോൾ തന്നെ ഒരു മെഡിക്കൽ കോളേജിന്റെ ഒരു സ്റ്റാറ്റസ് കാണാൻ, നല്ല കെട്ടിടങ്ങളും സൗകര്യങ്ങളും കാണാൻ.
അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വികസിപ്പിക്കുക എന്നുള്ളത് അത്ര പ്രയാസമുള്ള കാര്യമായിട്ട് തോന്നുന്നില്ല. പക്ഷെ എന്നാൽ അടിസ്ഥാനപരമായി കുറെ കാര്യങ്ങൾ ചെയ്യാം. അതിന് സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടിന് പുറമെ CSR ഫണ്ട് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഡെവലപ്മെന്റുകൾ നടത്താനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സന്ദർശനം. ഏതാണ്ട് ഞങ്ങളിപ്പോൾ ഇന്ന് 4ാമത്തെ മെഡിക്കൽ കോളേജാണ് സന്ദർശിക്കുന്നത്. ഇനിയും 3 മെഡിക്കൽ കോളേജുകൾ കൂടെ സന്ദർശിക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അടിസ്ഥാന വിഷയം എന്ന് പറയുന്നത് ഞാൻ അറിയേണ്ട കാര്യങ്ങൾ, ഇനി സംസ്ഥാന സർക്കാരിൻ്റെ 100 ദിവസത്തെ കർമ്മ പരിപാടി ഉൾപ്പെടുത്തി ചെയ്യേണ്ട വിഷയങ്ങളാണ്, ലോങ് റണ്ണിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇത് രണ്ടിനെ കുറിച്ചാണ് വ്യക്തത ഉണ്ടാവുക. അപ്പം നമ്മൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം ഇംപ്ലിമെന്റ് ചെയ്യണം. അടുത്ത തവണ ഇവിടെ വീണ്ടും വരുമ്പോൾ ആ പഴയ ഡിമാൻഡുകൾ വീണ്ടും പറയാനിടയാക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 100 ദിവസത്തെ കർമ്മ പരിപാടി ഉൾപ്പെടുത്തി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ്, അതുപോലെ തന്നെ ലോങ് റണ്ണിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, താമസിക്കാനുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയുണ്ട്, നഴ്സിംഗ് കുട്ടികളുടെ അവസ്ഥ എന്താണ്. കാരണം ഇതിനോട് ചേർന്നാണ് പലയിടത്തും നഴ്സിംഗ് കുട്ടികളും താമസിക്കുന്നത്. എല്ലായിടത്തും ഈ പുതിയതായി തുടങ്ങിയ എല്ലാ മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ അതാണ്. നഴ്സിംഗ് കോളേജും തൊട്ടടുത്ത് അതിലെ കുട്ടികളും മെഡിക്കൽ കോളേജിലെ കുട്ടികളും ഇടകലർന്നാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ അതിൻ്റെ അവസ്ഥയാണ്. ഇതിനെക്കുറിച്ചൊരു വ്യക്തത നമുക്കുണ്ടാവണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ മറ്റ് വിഷയങ്ങളിൽ സാമ്പത്തികം ഘടകമാണെങ്കിൽ പോലും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ, വിദഗ്ധ ഡോക്ടർമാരുടെയും മറ്റു ജീവനക്കാരുടെയും നിയമനം, ചികിത്സാ സേവനങ്ങളുടെ വിപുലീകരണം എന്നിവ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ജനപ്രതിനിധികളും ആശുപത്രി അധികൃതരും മന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ആവശ്യമായ ഡോക്ടർമാരെയും മറ്റ് ജീവനക്കാരെയും അടിയന്തരമായി PSC മുഖേന നിയമിക്കുമെന്നും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ട്രോമ കെയർ യൂണിറ്റ് ഉടൻ സ്ഥാപിക്കുമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. ആശുപത്രിയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് 100 ദിന കർമ്മ പരിപാടി നടപ്പാക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. അപ്പോ ഇവിടെ വന്ന് കാര്യങ്ങൾ പരിശോധിച്ചപ്പോ ഈ മെഡിക്കൽ കോളേജിന്റെ ദയനീയാവസ്ഥ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. പക്ഷെ ഒരു പ്രത്യേകത എവിടെയുള്ളത്, ഇപ്പൊ പുതിയതായി തുടങ്ങിയ മറ്റ് മെഡിക്കൽ കോളേജിനേക്കാൾ കെട്ടിടങ്ങളും സൗകര്യങ്ങളും ഏറ്റവും ഉള്ളത് ഈ മെഡിക്കൽ കോളേജിലാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ ഇത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ തന്നെ ESI ഇത് സർക്കാരിനെ ഏൽപ്പിക്കുമ്പോൾ പൂർണ്ണമായിട്ട് സെൻട്രലൈസ്ഡ് AC സിസ്റ്റമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ പ്രശ്നം അത് കാര്യമായി ചിലയിടത്ത് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. സെൻട്രലൈസ്ഡ് AC പേര് മാത്രമേ ഉള്ളൂ, പലയിടത്തും വർക്ക് ചെയ്യുന്നില്ല. അതോടൊപ്പം തന്നെ ഇത് വിദഗ്ധ അഭിപ്രായം പറയുന്ന ഇത് മാറ്റണം, ഇത് റീപ്ലേസ് ചെയ്യണം, ഈ സംവിധാനം റിപ്പയർ ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നു. ഇത് 2013 മറ്റേത് ആരംഭിക്കുമ്പോൾ 13 ആരംഭിക്കുമ്പോൾ അന്ന് ഇൻസ്റ്റാൾ ചെയ്തതാണ്. ഇതിന്റെ ഗ്യാരണ്ടി പീരീഡിനെ കുറിച്ചൊന്നും വ്യക്തതയില്ല. അപ്പോൾ റീപ്ലേസ് ചെയ്യണമെങ്കിൽ എന്തുമാത്രം ചെലവ് വരും, 5 കോടി മുതൽ 10 കോടി വരെ വരുന്നതാണ് അഭിപ്രായം. പക്ഷെ അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് ഒരു വ്യക്തത വരുത്താൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയെ വെച്ച് 1 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാൻ പറഞ്ഞിട്ട് ഇതിന്റെ ടോട്ടൽ കോസ്റ്റ് എന്ത് വരുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഉപരോധം സംഘടിപ്പിച്ചു. വില്ലേജ് ഓഫീസർ ചാർജ് എടുക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. CPIM, DYFI എന്നിവരുടെ നേതൃത്വത്തിൽ കൊല്ലം വടക്കേവിള വില്ലേജ് ഓഫീസിലായിരുന്നു ഉപരോധം. വില്ലേജ് ഓഫീസർ ചാർജ് എടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കൊല്ലം വടക്കേവിള വില്ലേജ് ഓഫീസ് ഉപരോധിച്ചത്. CPIMന്റെയും DYFIയുടെയും നേതൃത്വത്തിലായിരുന്നു ഉപരോധം. CPM ഏരിയ കമ്മിറ്റി അംഗം സജീവ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സഫീർ, റോഷൻ, DYFI മേഖലാ സെക്രട്ടറി അനന്തു എന്നിവർ ഉപരോധത്തിന് നേതൃത്വം നൽകി. ഇതേ തുടർന്ന് തഹസീൽദാർ, ഇരവിപുരം പോലീസ് സ്റ്റേഷൻ SI എന്നിവരുമായും ചർച്ച നടത്തി. ഉടൻ തന്നെ പുതിയ വില്ലേജ് ഓഫീസർ ചാർജ് എടുക്കും എന്ന ഉറപ്പിലാണ് ഉപരോധം അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കഞ്ചാവ് ചെടികൾ നട്ടുവളർത്തിയ യുവാവ് അറസ്റ്റിൽ. കൊല്ലം പള്ളിത്തോട്ടം സ്വദേശി ജോസഫാണ് പിടിയിലായത്. ഇയാളുടെ ഫ്ളാറ്റിൽ നിന്നും നട്ടുവളർത്തിയ 22 കഞ്ചാവ് ചെടികൾ കണ്ടെടുത്തു. നേരത്തെയും ഇയാൾ കഞ്ചാവ് കേസിൽ പിടിയിലായിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. പള്ളിത്തോട്ടം സ്റ്റേഷൻ പരിധിയിലെ നീലിമ ഫ്ളാറ്റിൽ നിന്നുമാണ് 22 കഞ്ചാവ് ചെടികളുമായി യുവാവിനെ അറസ്റ്റ് ചെയ്തത്. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. നീലിമ ഫ്ളാറ്റിലെ 44-കാരനായ ജോസഫ് എന്നയാളാണ് 22 കഞ്ചാവ് ചെടികളുമായി പിടിയിലായത്.
ഇയാൾ നേരത്തെയും കേരളത്തിന് പുറത്തും അകത്തും കഞ്ചാവ് കേസിൽ പിടികൂടപ്പെട്ടയാളാണെന്ന് പോലീസ് പറഞ്ഞു. കൊല്ലം ACP രാജേഷ് TRന്റെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ സ്ക്വാഡും പള്ളിത്തോട്ടം SHO സജി GSന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ചേർന്നാണ് ഇയാളെ പിടികൂടിയത്. സംഘത്തിലെ SIമാരായ ശ്യാംബി, നജീബ് KA, ക്രിസ്റ്റി ജോസഫ്, സുനിൽകുമാർ, CPOമാരായ അഭിലാഷ്, രാഹുൽ, സാജൻ ജോസ്, സാജൻ ജേക്കബ് എന്നിവരുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലത്ത് പോലീസ് ക്വാർട്ടേഴ്സിൽ നിന്നും 5.5 പവൻ മോഷണം പോയ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. ഫോറൻസിക് വിഭാഗവും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. AR ക്യാമ്പിന് സമീപത്തെ പോലീസ് ക്വാർട്ടേഴ്സിൽ നിന്നുമാണ് സ്വർണം മോഷണം പോയത്. AR ക്യാമ്പിന് സമീപത്തെ പോലീസ് ക്വാർട്ടേഴ്സിൽ നിന്നും 5.5 പവൻ നഷ്ടമായ സംഭവത്തിലാണ് ഫോറൻസിക് വിഭാഗവും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തിയത്. ഈ സമയം ക്വാർട്ടേഴ്സിന് സമീപത്തെ CCTVയിൽ നിന്നും ക്വാർട്ടേഴ്സിന് സമീപത്തേക്ക് ഒരാൾ പോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതേസമയം പരാതിയുടെ ആധികാരികതയെക്കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്തി. തിരുവനന്തപുരം AR ക്യാമ്പിലെ കോൺസ്റ്റബിൾ മുബാറക്കിന്റെ ക്വാർട്ടേഴ്സിലാണ് മോഷണം നടന്നത്. മുബാറക്കും ഭാര്യയും ജോലിക്ക് പോയി വൈകിട്ട് തിരികെ എത്തിയപ്പോഴാണ് വീടിന്റെ പൂട്ട് തകർത്ത നിലയിൽ കണ്ടത്. അന്വേഷണത്തിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 5.5 പവൻ മോഷണം പോയതായി കണ്ടെത്തി. ക്വാർട്ടേഴ്സിന് സമീപത്തായി റെയിൽവേ ലൈനുമുണ്ട്. ബീച്ച് റോഡിൽ നിന്നും ഇടവഴിയിലൂടെ റെയിൽവേ പാളം കടന്ന് മതിൽ ചാടിയും ക്വാർട്ടേഴ്സിൽ പ്രവേശിക്കാം. ഇതുവഴിയുള്ള അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ട്. ക്വാർട്ടേഴ്സിന്റെ മുകൾ നിലയിലെ അലമാരയിൽ നിന്നുമാണ് സ്വർണം മോഷണം പോയത്. മോഷണം പോയ ക്വാർട്ടേഴ്സിന് മുന്നിലെ ക്വാർട്ടേഴ്സിൽ മറ്റൊരു ഉദ്യോഗസ്ഥൻ താമസിക്കുന്നുണ്ട്. എന്നാൽ യാതൊരു ശബ്ദവും കേട്ടിട്ടില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിനു മുമ്പ് ക്വാർട്ടേഴ്സ് പരിസരത്ത് നിന്ന് 2 ബൈക്കുകൾ മോഷണം പോയിട്ടുണ്ട്. എന്തായാലും സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സ്വകാര്യ ബസ്സുകൾ ജൂലൈ 8-ന് പണിമുടക്കും. KSRTCയുടെ സൗജന്യ യാത്രയെ തുടർന്ന് സ്വകാര്യ ബസ്സുകൾ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഇത് സംബന്ധിച്ച് ഗതാഗത മന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് സൂചനാ പണിമുടക്ക് നടത്തുന്നതെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. KSRTCയുടെ പ്രിയദർശിനി സർവീസുകളുടെ നടത്തിപ്പ് മൂലം ജില്ലയിലെ സ്വകാര്യ ബസ്സുകളിലെ സ്ത്രീ യാത്രക്കാർ ഏറെ കുറവാണ്. സ്വകാര്യ ബസ് മേഖല തീർത്തും പ്രതിസന്ധിയിലാണ്. പ്രശ്നപരിഹാരത്തിനായി വകുപ്പ് മന്ത്രിക്ക് അസോസിയേഷൻ പരാതി നൽകിയിട്ടുണ്ട്. ദിവസം കഴിയുന്തോറും സർവീസ് നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ജൂലൈ 8-ന് സൂചനാ പണിമുടക്കും മാർച്ചും ധർണയും നടത്തുന്നതെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ജില്ലതോറും സ്ത്രീ യാത്രക്കാരുടെ യാത്രാ ഡേറ്റ സർക്കാർ ശേഖരിച്ചിട്ടുള്ളതിനാൽ ആനുപാതികമായി നിലവിലുള്ള KSRTC ഓർഡിനറി ബസ്സുകൾ ഓരോ ജില്ലകൾക്ക് വീതിച്ചു നൽകിയാൽ അവ നിശ്ചിത സമയക്രമത്തിൽ സർവീസ് നടത്തിയാലും ഒരു പരിധിവരെ യാത്ര സുഗമമാകുമെന്നും സ്വകാര്യ ബസ് മേഖലയ്ക്ക് ആശ്വാസമാവുകയും ചെയ്യുമെന്ന് ഇവർ പറഞ്ഞു. കൊല്ലം ജില്ലയിലെ എല്ലാ KSRTC ഡിപ്പോയിൽ നിന്നും പുറപ്പെടുന്ന ചെയിൻ സർവീസുകളുടെ എണ്ണം കുറയ്ക്കുകയും കൊട്ടാരക്കര, കൊല്ലം, കരുനാഗപ്പള്ളി KSRTC സർവീസുകൾ 10 മിനിറ്റെങ്കിലും ഇടവിട്ട് സർവീസ് നടത്തണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കണമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. ഇതിനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് KSRTC ബസ്സുകളിൽ പ്രിയദർശിനി സർവീസ് വനിതകൾക്ക് ഫ്രീ ആയി കൊടുത്തത് മൂലമുണ്ടായ ഞങ്ങളുടെ പരിതാപകരമായ അവസ്ഥ കൊണ്ടാണ് ഈ ഒരു ദിവസത്തെ സൂചനാ പണിമുടക്ക് നടത്താൻ തീരുമാനിച്ചത്. ഈ പ്രിയദർശിനി സർവീസിനോട് ഞങ്ങൾക്ക് അനുഭവമാണ്. പക്ഷേ അതുമൂലമുണ്ടാകുന്ന ഞങ്ങളുടെ ദുരിതത്തിന് ഒരു ശാശ്വതമായ പരിഹാരം കാണണം എന്ന് ബഹുമാനപ്പെട്ട സർക്കാരിനോട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഈ സൂചനാ പണിമുടക്കും ധർണയും മാർച്ചും നടത്തുന്നത്. ഏകദേശം 10,000-ൽ താഴെ ബസ് സർവീസുകളാണ് കേരളത്തിൽ പ്രൈവറ്റ് മേഖലയിലുള്ളത്. അത്രയധികം തന്നെ സംരംഭകരുമുണ്ട്. ഈ സംരംഭകരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്തൊക്കെ പറയുന്നത് ഒരു സംരംഭകരുടെയും കണ്ണുനീര് വീഴാനുള്ള അവസരം അദ്ദേഹം ഉണ്ടാകത്തില്ല എന്ന് ഒരുപാട് തവണ മുഖ്യമന്ത്രി ആയതിനു ശേഷമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരു സംരംഭകരുടെയും കണ്ണുനീര് വീഴാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അവസരത്തിൽ പറയാനുള്ളത്. ഡീസലിന്റെ വിലയിൽ സർക്കാരിന് ലഭിക്കുന്ന നികുതി കുറച്ച് റേഷൻ വില നിശ്ചയിച്ചു നൽകിയാൽ സ്വകാര്യ ബസ് സർവീസ് നടത്തുന്നവർക്ക് ആശ്വാസമാകുമെന്നും ഭാരവാഹികളായ C. രാധാകൃഷ്ണപിള്ള, V. ശശിധരൻപിള്ള, V. ബാലചന്ദ്രൻപിള്ള, കുമ്പളത്ത് രാജേന്ദ്രൻ, B. മഞ്ജുദാസ്, S. സുനിൽകുമാർ, C. മുരളീധരൻപിള്ള എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.
CV പത്മരാജൻ പുരസ്കാരം VM സുധീരന്. മുൻ മന്ത്രിയും KPCC പ്രസിഡന്റുമായിരുന്ന CV പത്മരാജന്റെ സ്മരണയ്ക്കായി CV പത്മരാജൻ ഫൗണ്ടേഷനാണ് പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത്. 50,000 രൂപയും പ്രശംസാപത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മുൻ മന്ത്രിയും KPCC പ്രസിഡന്റുമായിരുന്ന CV പത്മരാജന്റെ സ്മരണയ്ക്കായി CV പത്മരാജൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരമാണ് VM സുധീരന് സമ്മാനിക്കുന്നത്. 50,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന പുരസ്കാരം 16 വൈകിട്ട് 4 ആനന്ദവല്ലീശ്വരം NSS ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ വെച്ച് മുഖ്യമന്ത്രി VD സതീശൻ സമ്മാനിക്കും. ഓരോ വർഷവും ഓരോ രംഗങ്ങളിൽ മികവ് തെളിയിച്ചവർക്ക് പുരസ്കാരം നൽകി ആദരിക്കാനാണ് ഫൗണ്ടേഷൻ തീരുമാനിച്ചിട്ടുള്ളതെന്ന് ഫൗണ്ടേഷൻ ചെയർമാൻ P. രാജേന്ദ്ര പ്രസാദ്, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K. ബേബിസൺ, സൂരജ് രവി, ഫൗണ്ടേഷൻ വർക്കിംഗ് ചെയർമാൻ S. സുധീരൻ, സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് ശുഭദേവൻ, ദ്വാരക മോഹൻ, ട്രഷറർ സജി പത്മരാജൻ എന്നിവർ അറിയിച്ചു. അദ്ദേഹത്തിന്റെ ഒരു ഫൗണ്ടേഷൻ, CV പത്മരാജൻ ഫൗണ്ടേഷൻ എന്ന ഒരു സ്ഥാപനം ഉണ്ടാക്കിയിരുന്നു. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ്, മരണപ്പെട്ടതിന് ശേഷം ഉണ്ടായത്. ആ ഫൗണ്ടേഷന്റെ ഉദ്ഘാടനം അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ബഹുമാന്യനായ VD സതീശനാണ്. ഇപ്പൊ അദ്ദേഹത്തിന്റെ 1ാം ചരമവാർഷികമാണ്. അന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രിയായ VD സതീശനാണ്. ഇതിലെ പുരസ്കാരങ്ങൾ കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഓരോ വർഷവും ഓരോ മേഖല എന്ന നിലയിലാണ് ഫൗണ്ടേഷൻ ആലോചിച്ചിട്ടുള്ളത്. ഈ വർഷത്തെ പുരസ്കാരം നൽകാൻ തീരുമാനിച്ചത് ഏറ്റവും നല്ല പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഒരാളുടെ പുരസ്കാരം നൽകാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അതിനെ ഒരു സമിതിയെ നിയമിച്ചിരുന്നു. ഡോക്ടർ എം ആർ തമ്പാൻ, ഡോക്ടർ നടക്കൽ ശശി, ശ്രീ K. സുന്ദരേശൻ എന്നിവർ ചേർന്ന ഒരു സമിതിയാണ് ഞങ്ങൾ ചുമതലപ്പെടുത്തിയത്. അവർ നിശ്ചയിച്ചു വന്നത് പ്രിയപ്പെട്ട VM സുധീരനെയാണ്. അപ്പോൾ പ്രഥമ CV പത്മരാജൻ പുരസ്കാരം നൽകുന്നത് പ്രിയപ്പെട്ട VM സുധീരനാണ്. CV പത്മരാജന്റെ പേരിൽ സഹകരണ അക്കാദമി ആരംഭിക്കാനും ലക്ഷ്യമിടുന്നതായി ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. കൊലപാതക കേസിലെ പ്രതി 40 വർഷത്തിന് ശേഷം പിടിയിൽ. പൂയപ്പള്ളി വെളിയം സ്വദേശി മോഹനൻ പിള്ളയാണ് അറസ്റ്റിലായത്. സഹോദരി ഭർത്താവിനെ കൊലപ്പെടുത്തിയ കേസിലാണ് അറസ്റ്റ്. പാരിപ്പള്ളി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കുന്നതിന് 100 ദിന കർമ്മ പരിപാടിക്ക് രൂപം നൽകി. മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പാക്കുന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന് മന്ത്രി K. മുരളീധരൻ. കുഞ്ഞുകൈകളിൽ കോഴിക്കുഞ്ഞു പദ്ധതിക്ക് കൊല്ലത്ത് തുടക്കം. സംസ്ഥാന പൗൾട്രി കോർപ്പറേഷനാണ് പദ്ധതി നടപ്പാക്കുന്നത്. കുട്ടികളിൽ ശാസ്ത്രീയശീലവും സമ്പാദ്യശീലവും വളർത്തുക ലക്ഷ്യം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.